Oxyhemoglobin formation. So oxyhemoglobin formation is an important steps in the oxygen transport. So about 98% is transported through the oxyhemoglobin formation. So you know that hemoglobin has a high affinity towards oxygen. That's why it is called it is lead to the formation of oxyhemoglobin. Okay, oxyhemoglobin means we can see that oxygen is binding with hemoglobin. It is called oxyhemoglobin, and when it is not present, oxygen is not present, we can call hemoglobin as a deoxyhemoglobin or reduced hemoglobin. So how this oxyhemoglobin formation occurs? So before that, you have to know the structure of the hemoglobin. So hemoglobin means it is a protein molecule that contains 4 polypeptide chains and 4 polypeptide units and 4 heme units, that's iron containing units. Okay, so if 4 iron containing units, 4 is a polypeptide protein is called the globin portion, and the iron contained portion is called heme group. So each heme contains an iron in the ferrous state, Fe2 plus state. Each heme group contains an iron in the Fe2 plus state that can bind with one oxygen molecule. Okay, so globin is a protein part. Okay, it is a protein part or polypeptide chains. Okay, so this together we can call it as a hemoglobin. So how this transport occurs? Oxygen will bind to the hemoglobin, to one molecule of or one atom of oxygen will bind to the hemoglobin, then we can call it as HbO2. So you know that there are 4 subunits are there in a hemoglobin. So it will convert at last it's converted to HbO8, that is called oxyhemoglobin. So 4 molecules of oxygen is transported through one hemoglobin. Okay, so this was very important because you can see that the ions content in this hemoglobin is always in the Fe2 plus state, but it can be converted to Fe3 plus or in the ferric state. That is very dangerous condition because it is converted to another structure called methemoglobin. So methemoglobin form ചെയ്തുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഓക്സിഹീമോഗ്ലോബിൻ ഫോം ചെയ്താൽ അത് ടിഷ്യൂസിൽ എത്തുമ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്യും. ബിക്കോസ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ടിഷ്യൂസിൽ വളരെ കുറവല്ലേ. സോ ടിഷ്യൂസിൽ എത്തുമ്പോൾ അവിടെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കുറവായത് കാരണം ഓക്സിഹീമോഗ്ലോബിൻ സെപ്പറേറ്റ് ചെയ്തിട്ട് ഓക്സിജനും ഹീമോഗ്ലോബിനായിട്ട് മാറും. പക്ഷേ ഈ മെത്തമോഗ്ലോബിൻ അത് പിന്നീട് സ്പ്ലിറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. സോ മെത്തമോഗ്ലോബിൻ ഫോർമേഷൻ ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് ദി ആർബിസിക്കകത്ത് അല്ലെങ്കിൽ ഹീമോഗ്ലോബിനകത്ത് ഈ മെത്തമോഗ്ലോബിൻ ഫോർമേഷൻ നടക്കുന്നുണ്ട്. ബട്ട് ഇറ്റ് ഈസ് പ്രിവെന്റഡ്. അതിനെ പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ബാക്ക് ടു നോർമൽ ആക്കാൻ വേണ്ടി ദർ ഇസ് എ മെത്തമോഗ്ലോബിൻ റിഡക്ടേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഈസ് ആക്ടിങ്. മെത്തമോഗ്ലോബിൻ റിഡക്ടേസ്. സോ വാട്ട് ഇസ് മെത്തമോഗ്ലോബിൻ റിഡക്ടേസ്? മെത്തമോഗ്ലോബിൻ റിഡക്ടേസ് പറയുന്ന എൻസൈം ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ചില ജനറ്റിക് കണ്ടീഷൻസിൽ ഈ മെത്തമോഗ്ലോബിൻ റിഡക്ടേസ് എന്ന് പറയുന്ന എൻസൈം പ്രസന്റ് അല്ലാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്. സോ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ ഈ മെത്തമോഗ്ലോബിൻ ഫോർമേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇറ്റ് ലീഡ്സ് ടു ഹൈപ്പോക്സിയ അല്ലെങ്കിൽ ഓക്സിജൻ ഡെഫിഷ്യൻസിലോട്ട് അത് കൊണ്ടുപോകും. സോ നോർമലി ഇറ്റ് ഇസ് നോട്ട് ഹാപ്പനിങ് ബിക്കോസ് ദർ ഇസ് എ എൻസൈം പ്രസന്റ് ഇൻ ദി RBC that is very important. That is മെത്തമോഗ്ലോബിൻ റിഡക്ടേസ്. സോ നമുക്ക് നോർമലി ഇപ്പോൾ ഉള്ള ഒരു പെർസെൻറ്റേജ് വെച്ച് RBCക്കകത്ത് 1.5% ഒക്കെ ഒരു RBCക്കകത്ത് എന്ത് കാണുള്ളൂ? മെത്തമോഗ്ലോബിൻ ഫോർമേഷൻ ഉണ്ടാവുന്നുള്ളൂ. സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഓക്സിഹീമോഗ്ലോബിൻ ഫോർമേഷൻ 3 പോയിന്റ്സ് ഓർത്ത് വയ്ക്കുക. ഓക്സിജൻ ജസ്റ്റ് ക്വിക്കായിട്ട് എന്തൊക്കെ പോയിന്റ്സ് വേണമെന്നുള്ളത് നോക്കാം. സോ 4 സബ് യൂണിറ്റ്സ് ഉണ്ട്. അതിനകത്ത് ഗ്ലോബിൻ പോർഷൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ പ്രോട്ടീൻ പാർട്ട് വരുന്നുണ്ട്, അയൺ കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഹീം പോർഷൻ വരുന്നുണ്ട്. സോ ഈ ഓരോ അയണും ഓരോ മോളിക്യൂൾസുമായിട്ട് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യാൻ പറ്റും. ദാറ്റ് യു ക്യാൻ റിമെമ്പർ അല്ലേ. അപ്പോൾ 4 സബ് യൂണിറ്റ്സ് വരുമ്പോഴേക്ക് ഇറ്റ് ക്യാൻ കണ്ടെയ്ൻ 4 മോളിക്യൂൾസ് ഓഫ് ഓക്സിജൻ. ദാറ്റ് മീൻസ് ഇത് ഓക്സിഹീമോഗ്ലോബിൻ എന്ന് പറയുമ്പോഴേക്ക് HbO8. ഓക്കെ, സോ ഇറ്റ് ഈസ് ട്രാൻസ്പോർട്ടഡ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ട്രാൻസ്പോർട്ടഡ് ടു ദി ഓക്സിജൻ ഓക്സിഹീമോഗ്ലോബിൻ ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് യു റിമെമ്പർ ദിസ് മെത്തമോഗ്ലോബിൻ ഈസ് ദാറ്റ് മീൻസ് ഈ Fe2 പ്ലസ് എന്ന് പറയുന്ന സ്റ്റേറ്റിൽ, അതായത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ നടക്കുന്ന ഓക്സിജനേഷൻ ആണ്, നോട്ട് ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ എന്ന് പറയുമ്പോഴേക്ക് അത് വേറെ സ്റ്റേറ്റിലോട്ട് അത് കൺവേർട്ട് ചെയ്യണം. ദാറ്റ് ഈസ് Fe3 പ്ലസ് എന്നുള്ള സ്റ്റേറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ ആവുമ്പോഴാണ് അത് എന്താവുന്നത്? മെത്തമോഗ്ലോബിൻ ആവുന്നത്. ഈ മെത്തമോഗ്ലോബിൻ എന്ന് പറയുന്നത് ബാക്ക് ടു നോർമൽ അല്ലെങ്കിൽ ബാക്ക് ടു ലൈക്ക് HB ആയിട്ട് സെപ്പറേറ്റ് അല്ലെങ്കിൽ ഓക്സിജൻ ടിഷ്യൂസിലോട്ട് എത്തിക്കുന്ന ഒരു ഫംഗ്ഷൻ അത് പോസിബിൾ അല്ല. സോ ദാറ്റ് ഇസ് ഡേഞ്ചറസ്. അത് നൈട്രൈറ്റ്സിൻ്റെ അല്ലെങ്കിൽ സൾഫാമൈഡ്സിൻ്റെ പ്രസൻസിലൊക്കെയാണ് സാധാരണയായിട്ട് അങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ടാവാറ്. പക്ഷേ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ബോഡിയിൽ തന്നെ മെക്കാനിസംസ് ഉണ്ട്. ബിക്കോസ് RBCക്കകത്ത് എന്ത് കാണാം? ഒരു എൻസൈം ഉണ്ട്, ദാറ്റ് ഈസ് റിഡക്ടേസ് എൻസൈം, ദാറ്റ് ഈസ് മെത്തമോഗ്ലോബിൻ റിഡക്ടേസ് എൻസൈം, ആൻഡ് ദാറ്റ് ഈസ് ബ്രിങ് ബാക്ക് ദി മെത്തമോഗ്ലോബിൻ ടു ഹീമോഗ്ലോബിൻ. അയൺ കണ്ടെയ്ൻ, മെയിൻലി അയൺ കണ്ടെയ്നെ എന്തായിട്ട് മാറ്റും? ഫെറസ് സ്റ്റേറ്റിലോട്ട് തന്നെ കണ്ടെയ്ൻ ചെയ്യും. നല്ല ഓക്സിജനേഷൻ പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ. സോ ഓക്സിജനേഷൻ പ്രോപ്പറായിട്ട് നടക്കുമ്പോഴേ അവിടെ എന്ത് ഫോം ചെയ്യുന്നുള്ളൂ? ഓക്സിഹീമോഗ്ലോബിൻ ഫോം ചെയ്യൂ. ആൻഡ് ഓക്സിഹീമോഗ്ലോബിൻ ഈസ് ട്രാൻസ്പോർട്ടഡ് ടു ദി ടിഷ്യൂസ്. ടിഷ്യൂസ് എത്തുമ്പോൾ നിങ്ങൾക്ക് അറിയാം വാട്ട് ഈസ് ഹാപ്പനിങ് ദർ. ടിഷ്യൂസിനകത്ത് ആൾറെഡി മെറ്റബോളിസം
മെറ്റബോളിസം നടക്കുന്ന കാരണം അവിടെ ഓക്സിജൻ ഡെഫിഷ്യൻസി ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ഓക്സിജൻ വളരെ കുറവാണ്, അവിടെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കുറവാണ്. അപ്പോൾ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കുറയുന്ന സ്ഥലങ്ങളിൽ ഓക്സിഹീമോഗ്ലോബിൻ സ്പ്ലിറ്റ് ചെയ്യുകയും പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഓക്സിഹീമോഗ്ലോബിൻ ഫോം ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്കറിയാം ആൽവിയോളീസിലെ ലങ്സിലെ ഓക്സിഹീമോഗ്ലോബിൻ്റെ ഫോർമേഷൻ വളരെ കൂടുതലായിരിക്കും. പക്ഷേ ടിഷ്യൂസ് എത്തുമ്പോഴേക്ക് അവിടെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കുറവായത് കാരണം ഓക്സിഹീമോഗ്ലോബിൻ കുറയുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനൊരു പോയിന്റ് കിട്ടും, എന്താണ് ഓക്സിഹീമോഗ്ലോബിൻ ഫോർമേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആണ്. ബിക്കോസ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എവിടെ കൂടുന്നു അവിടെ ഓക്സിഹീമോഗ്ലോബിൻ ഫോർമേഷൻ ഉണ്ടാവും. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എവിടെ കുറയുന്നു അവിടെ ഓക്സിഹീമോഗ്ലോബിൻ എന്തായിട്ട് മാറും, അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് റെഡ്യൂസ്ഡ് ഹീമോഗ്ലോബിൻ ആയിട്ട് മാറും. ദാറ്റ് ഈസ് ദി പ്രിൻസിപ്പിൾ, ദാറ്റ് ഈസ് മെയിൻ തിങ് ഇൻ ദി ഓക്സിജൻ ട്രാൻസ്പോർട്ട്. ഓക്കെ, so next one is about the structure of the oxyhemoglobin. So hemoglobin ന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് when one molecule, അതായത് 4 molecules of oxygen കമ്പൈൻ ചെയ്യുന്നുണ്ടല്ലോ. സോ ഒരു മോളിക്യൂൾ ഓഫ് ഓക്സിജൻ വന്ന് ബൈൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ഓക്സിഹീമോഗ്ലോബിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് നോട്ട് ദാറ്റ് മച്ച് ഷോവിംഗ് അഫിനിറ്റി ടുവാർഡ്സ് വൺ മോളിക്യൂൾ ഓഫ് ഓക്സിജൻ. ഫസ്റ്റ് ഓക്സിജൻ വരുന്ന സമയത്ത് അതിനോട് അത്ര അഫിനിറ്റി കാണിക്കുന്നില്ല. ബിക്കോസ് അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സ്ട്രക്ചർ എന്ന് പറയുന്നത് 10 സ്റ്റേറ്റിലാണ് ഓർ ടി സ്റ്റേറ്റിലാണ്. ടി സ്റ്റേറ്റിലുള്ള സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ 4 സബ് യൂണിറ്റ്സും വളരെ ക്ലോസ് ആയിട്ട് ബൗണ്ട് ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ബൈൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു കണ്ടീഷനാണ്. ആ സമയത്താണ് ഒരു ഓക്സിജൻ മോളിക്യൂൾ വരുന്നത്. ആ ഒരു ഓക്സിജൻ മോളിക്യൂൾ വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ സ്ലോലി അത് എന്ത് ചെയ്യാൻ തുടങ്ങും, ഇറ്റ് ചേഞ്ച് ടു അനദർ സ്റ്റേറ്റ് കാൾ അനദർ സ്ട്രക്ചറിലുള്ള സ്റ്റേറ്റിലോട്ട് അത് മാറും. ആ സ്റ്റേറ്റിനെയാണ് റിലാക്സ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആർ സ്റ്റേറ്റ് എന്ന് പറയാം. അപ്പം 2 സ്റ്റേറ്റ് ഓർത്ത് വയ്ക്കുക, ടി സ്റ്റേറ്റ് ആൻഡ് ആർ സ്റ്റേറ്റ്. ടി സ്റ്റേറ്റിലാണ് ഫസ്റ്റ് ഓക്സിജൻ മോളിക്യൂൾ വന്ന് ബൈൻഡ് ചെയ്യുന്നത്, ആ സ്റ്റേറ്റിലാണ് പിന്നീടുള്ള എല്ലാ മോളിക്യൂൾസും വന്ന് ബൈൻഡ് ചെയ്യുന്നത്. അപ്പം ടി സ്റ്റേറ്റിൽ നിന്ന് അത് ആ സ്റ്റേറ്റിലോട്ട് മാറുമ്പോഴേക്ക് വാട്ട് ഈസ് ചേഞ്ച് ഹാപ്പനിങ്, ഇറ്റ് ഈസ് ഷോവിങ് മോർ അഫിനിറ്റി, ദാറ്റ് ഈസ് അബൌട്ട് 200 to 250 ടൈംസ് അത് എന്ത് ചെയ്യുന്നുണ്ട്, അഫിനിറ്റി കാണിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഓക്സിജനുമായിട്ട് അത് ബൈൻഡ് ചെയ്യാനുള്ള കൂടുതൽ അഫിനിറ്റി കാണിക്കും. അങ്ങനെ ആകുമ്പോഴേക്ക് ആ കൂടുതൽ അതായത് പിന്നീട് 2, 3, 4 ഓക്സിജൻ മോളിക്യൂൾസ് വന്ന് അതിനോട് ബൈൻഡ് ചെയ്യും. അങ്ങനെ അത് കംപ്ലീറ്റ് ആയിട്ട് HbO8 ആയിട്ട് മാറുകയും ചെയ്യും. അങ്ങനെ ഇത് ട്രാൻസ്പോർട്ടഡ് ടു ടിഷ്യൂസ്. ഓക്കെ, സോ ഇതിനകത്ത് മെയിനായിട്ട് ഈ ഒരു ഓക്സിജൻ ട്രാൻസ്പോർട്ടിനകത്ത് മെയിനായിട്ട് ഓർത്ത് വയ്ക്കുന്ന കുറച്ച് പോയിന്റ്സ് ആണ്. ഒന്നുകൂടെ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. സോ അതിനകത്ത് വരുന്ന മെയിൻ പോയിന്റ്സ് പറയുന്നത് ഓക്സിജൻ ട്രാൻസ്പോർട്ട് നടക്കുന്നത് അല്ലെങ്കിൽ ഗ്യാസ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നത് 2 രൂപത്തിലാണ്, അല്ലെങ്കിൽ അതിൽ തന്നെ ഓക്സിജൻ ട്രാൻസ്പോർട്ട് നടക്കുന്നത് 2 രൂപത്തിലാണ്. സോ ഫസ്റ്റ് വൺ ഈസ് ഡിസോൾവ്ഡ് ഫോമിലും, സെക്കൻഡ് വൺ ഈസ് ഓക്സിഹീമോഗ്ലോബിനുമായിട്ടാണ്. സോ വാട്ട് ഈസ് ഡിസോൾവ് ഫോം, അത് നമുക്ക് അങ്ങനെ നെഗ്ലിജിബിൾ ആണെങ്കിലും നമുക്ക് ഒരു കംപ്ലീറ്റ് ഒരു 100% ഓക്സിജൻ കണ്ടന്റ് കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് ബോഡിക്കകത്ത് വരുന്ന ഓക്സിജൻ്റെ ഡിസോൾവ് ഫോമിൽ വരുന്ന പ്ലാസ്മയിൽ വരുന്ന ഓക്സിജൻ്റെ അളവ് വളരെ കൂടുതലുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ അറ്റ്മോസ്ഫിയറിക് എയറിനകത്ത് 2% ഓക്സിജൻ ട്രാൻസ്പോർട്ട് മാത്രമേ നടക്കാൻ ചാൻസസ് ഉള്ളൂ. അതിന് കാരണം ഹെൻറീസ് ലോ ആണ്. ഹെൻറീസ് ലോ എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണലാണ്, ഓക്സിജൻ സൊല്യൂബിലിറ്റി എന്ന് പറയുന്നത് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജനുമായിട്ട് പ്രൊപ്പോർഷണൽ ആണ്. ദാറ്റ് മീൻസ് 0.003 ml per deciliter per millimeter Hg ആണ് അതിൻ്റെ ഒരു സൊല്യൂബിലിറ്റി വരുന്നത്. അത് എന്തുമായിട്ട് പാർഷ്യൽ പ്രഷറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പാർഷ്യൽ പ്രഷർ എത്രയാണ്, നോർമൽ ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് 95 millimeter Hg ആണ്. സോ നോർമൽ പാർഷ്യൽ പ്രഷർ അതായിട്ട് മൾട്ടിപ്ലൈ നമുക്ക് കിട്ടുന്ന റേഷ്യോ എന്ന് പറയുന്നത് ഈക്വൽ ടു 0.3 ml per deciliter ആണ്. സോ ദാറ്റ് മീൻസ് 0.3 ml എന്ന് പറയുമ്പോഴേക്ക് അത് ഈസ് നോട്ട് സഫിഷ്യൻറ്റ്. കാരണം കാർഡിയക് ഔട്ട്പുട്ടുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോഴേക്ക് അത് 5 ml വരുന്നുള്ളൂ. സോ 5 ലിറ്ററിലേ വരുന്നുള്ളൂ. 5 ലിറ്ററിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേക്ക് അത് ഈസ് അബൌട്ട് 15 ml per minute എന്ന രീതിയിലാണ്. ഇറ്റ്സ് നോട്ട് സഫിഷ്യൻറ്റ്. 250 ml ഈസ് നീഡഡ്. ദാറ്റ്സ് വൈ ഓക്സിഹീമോഗ്ലോബിൻ ഫോർമേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്സിഹീമോഗ്ലോബിൻ ഫോർമേഷനകത്ത് ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചറാണ് ഇമ്പോർട്ടൻസ്, ബിക്കോസ് സ്ട്രക്ചർ ഈസ് ഹെൽപ്പിംഗ് ടു കണ്ടെയ്ൻ മാക്സിമം നമ്പർ ഓഫ് ഓക്സിജൻ, ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻ 4 subunits. 4 subunits can contain it can combine with 4 oxygen molecules. Okay, then 4 oxygen molecules means it can convert to HbO8. Okay, then one important thing is you have to remember about methemoglobin. Methemoglobin means Fe2 plus is converting to, that is ferrous state is converted to ferric state, that is oxidization is happening. That is very dangerous condition, because oxidization നടന്നു കഴിഞ്ഞാൽ it cannot conduct or transport oxygen, methemoglobin ആയി കഴിഞ്ഞാൽ. So it's not happening because there is already an enzyme present in the RBC, that is methemoglobin reductase enzyme. It is about 1. So ഇതെല്ലാം കഴിഞ്ഞാൽ 1.5% ഉള്ള ഒരു RBC-ക്കകത്ത് we can see methemoglobin is there, but methemoglobin is not happening because of the presence of this enzyme. This enzyme name is important. Okay, you should remember the enzyme name. Okay, then 2 സ്റ്റേറ്റുകൾ പറഞ്ഞു ഓർമ്മയുണ്ട് സ്ട്രക്ചറിൽ, ടി സ്റ്റേറ്റും റിലാക്സ് സ്റ്റേറ്റും. ടി സ്റ്റേറ്റ് മീൻസ് അത് നിങ്ങൾക്കറിയാം, ഒരു ഹീമോഗ്ലോബിൻ ബൈൻഡ് ചെയ്യാൻ വരുന്ന സമയത്ത് ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അത് വളരെ ടെൻസ്ഡ് ആണ്. മീൻസ് ലൈക്ക് 4 സബ് യൂണിറ്റ്സും വളരെയധികം പാക്ഡ് ആയിട്ട് നിൽക്കുന്ന കണ്ടീഷൻസിലാണ്. അവിടെ വന്ന് ഒരു ഹീമോഗ്ലോബിൻ ബൈൻഡ് ചെയ്യുന്ന ഓക്സിജൻ ബൈൻഡ് ചെയ്യുന്നതോട് കൂടെ ഇറ്റ് ഇസ് കൺവേർട്ടഡ് ടു റിലാക്സ് സ്റ്റേറ്റ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് അഗെയിൻ ഷോവിങ് മോർ അഫിനിറ്റി ടുവാർഡ്സ് ദി oxygen. So this is a converted to oxygen, and at last ഇതിൽ നിന്നെല്ലാം
എല്ലാം കൺക്ലൂഡ് ചെയ്യാവുന്ന ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് ദി പാർഷ്യൽ പ്രഷർ ഓഫ് ദി ഓക്സിജൻ. പാർഷ്യൽ പ്രഷർ കൂടുന്നതനുസരിച്ച് ഓക്സി ഹീമോഗ്ലോബിൻ്റെ ഫോർമേഷൻ നടക്കുകയും പാർഷ്യൽ പ്രഷർ കുറയുന്ന സമയത്ത് ഓക്സി ഹീമോഗ്ലോബിൻ്റെ സ്പ്ലിറ്റ്, അതായത് ഓക്സി ഹീമോഗ്ലോബിൻ രണ്ടായി ഡിവൈഡ് ചെയ്ത് പഴയ ബാക്ക് ടു നോർമൽ ഹീമോഗ്ലോബിനും ഓക്സിജനുമായിട്ട് മാറുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയാം എവിടെയൊക്കെയാണ് ഹാപ്പനിങ്, ബിക്കോസ് ഇറ്റ്സ് ഹാപ്പനിങ് ഇൻ വൺ തിങ്, അതായത് ഫസ്റ്റ് വൺ ഈസ് ഹാപ്പനിങ് ഇൻ ദി alveoli, because അവിടെയാണ് പാർഷ്യൽ പ്രഷർ ഓക്സിജൻ ഏറ്റവും കൂടുതലുള്ളത്. ആൻഡ് സെക്കൻഡ് വൺ ദാറ്റ് ഈസ് ഹാപ്പനിങ് നിയർ ദി ടിഷ്യൂസ് ഓർ കാപ്പിലറീസിന് അടുത്താണ് നടക്കുന്നത്, ബിക്കോസ് അവിടെയാണ് പാർഷ്യൽ പ്രഷർ ഓക്സിജൻ ഏറ്റവും കുറവുള്ളത്. ഓക്കെ.